അംഗമാണ് മുഖ്യമന്ത്രിയാണ് നിലവിലെ പ്രതിപക്ഷ നേതാവാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് റെയ്ഡ് നടത്തുമ്പോൾ CPM പ്രവർത്തകർ അണിനിരക്കുന്നതും പ്രതിഷേധിക്കുന്നതും സ്വാഭാവികം എന്ന് പറയാം. അങ്ങനെയെങ്കിൽ ആ സ്വാഭാവികത 2020 ബിനീഷ് കോടിയുടെ വീട്ടിലേക്ക്, അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിലേക്ക് റെയ്ഡ് നടന്നപ്പോൾ എന്തുകൊണ്ട് CPM-ന്റെ ഭാഗത്തുണ്ടായിരുന്നു? അന്ന് മുഖ്യമന്ത്രി പോലും അതിനെ ന്യായീകരിക്കുന്ന രീതിയിലാണ് സംസാരിച്ചത്. ആ ചോദ്യം തന്നെ യഥാർത്ഥത്തിൽ പ്രസക്തിയുള്ളതല്ല, ദുരുദ്ദേശപരമാണ്. എന്തുകൊണ്ട് വെച്ചാൽ ആ കാലഘട്ടത്തിൽ എന്താണോ സംഭവിച്ചത്, എന്താണോ കാര്യം എന്നുള്ളത് അന്ന് തന്നെ ചർച്ച ചെയ്ത് പരസ്യമായി അന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നൊരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നം പരിശോധിച്ച് അതിൻ്റെ അഭിപ്രായം പറയും. അതിന് പറയുമ്പോൾ പണ്ട് ഇങ്ങനെയാണ് പറഞ്ഞത്, അതുപോലെ തന്നെ ഇപ്പം പറയണം. അതിൻ്റെ എല്ലാ വസ്തുതകളും അറിഞ്ഞുകൊണ്ടല്ല ഈ മാധ്യമ പ്രവർത്തകരെല്ലാം പ്രതികരിക്കുന്നത്. അന്ന് പാർട്ടിക്ക് പറയാനുള്ളത് അന്ന് പാർട്ടി പറഞ്ഞിട്ടുണ്ട്. അത് ആണ് നിങ്ങൾ വ്യാഖ്യാനിച്ചോളൂ. അന്ന് പറയേണ്ട കാര്യങ്ങൾ അന്നുള്ള വസ്തുതകൾ വെച്ച്, അന്നത്തെ സ്ഥിതിഗതികൾ വെച്ച് പാർട്ടി ആലോചിച്ച് ചർച്ച ചെയ്തൊരു കാര്യം പറയും. അത് തന്നെ പാർട്ടി കാഴ്ചപ്പാട്. ഇപ്പോൾ കാര്യങ്ങൾ ആലോചിച്ച് ചർച്ച ചെയ്തുകൊണ്ട് പാർട്ടി ഒരു നിലപാടെടുക്കുന്നു. അത് തന്നെ ഇപ്പോഴത്തെ പാർട്ടി നിലപാട്. അത് കോൺഗ്രസ്സുകാർക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാം? അവർക്ക് ഇവിടെ നീതിയുടെ കാര്യം പറയുന്നവരെ കുറിച്ചാണ് ഞങ്ങൾ ചോദിച്ചത്. ഇതെന്ത് നീതിയാണ്? അതിനാദ്യം മറുപടി പറയട്ടെ. അതെല്ലാം നിങ്ങളുടെ വ്യാഖ്യാനങ്ങളാണ്. ഞങ്ങൾ മുഖ്യമന്ത്രിയാകട്ടെ മറ്റാരെങ്കിലും ആകട്ടെ ഒരു കാര്യം പറയുമ്പോൾ അത് ചർച്ച ചെയ്തുള്ള പാർട്ടിയുടെ ഒരു പൊതു കാഴ്ചപ്പാടായിരിക്കും. ആ കാഴ്ചപ്പാട് പറയും. അന്നത്തെ ഇത് വർഷങ്ങൾക്ക് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പോൾ 6 4 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാര്യത്തെക്കുറിച്ച് വന്നു. അന്നത്തെ സ്ഥിതിഗതികൾ വെച്ച് മറുപടി പറഞ്ഞു. നിങ്ങൾക്കെല്ലാം അന്ന് ഒരു വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായില്ല. എല്ലാവരും അത് കേട്ട് ഇന്നത്തെ കാലത്ത് പ്രശ്നം വന്നു. അതിനെക്കുറിച്ചുള്ള പാർട്ടി നിലപാട് ഇപ്പോൾ പറയുന്നു. നിങ്ങൾക്ക് ഞങ്ങൾ ഇന്ന് പറയുന്ന വാക്ക് തന്നെ, അക്ഷരം തന്നെ അന്ന് പറയണമെന്ന് പറയാൻ പറ്റുമോ? ഇന്നത്തെ സാഹചര്യങ്ങളും ഇന്നത്തെ സ്ഥിതിഗതികളും സംഭവങ്ങളും എല്ലാം വിശദീകരിച്ചുകൊണ്ട് പാർട്ടി നിലപാട് വ്യക്തമാക്കുന്നു. ഈ മാറ്റങ്ങൾ ആ ചോദ്യങ്ങളെല്ലാം ഒരു സതുദ്ദേശപരമായ ചോദ്യങ്ങളല്ല. ഞാനിങ്ങനെ മാറ്റം ഇന്നതാണെന്ന് പറഞ്ഞ് എഴുതി തരണം. നിങ്ങൾ എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്? ഇന്ന് അതായത് കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള റെയ്ഡും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ മാത്രം, മകളുടെ മൊഴി മാത്രമാണ് രേഖപ്പെടുത്തിയെന്നാണ് ED വിശദീകരിക്കുന്നത്. അന്നത്തെ അന്വേഷണം കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരായിരുന്നു. കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരെ വരുമ്പോൾ അത് അവർ കുടുംബപരമായി നേരിടട്ടെ എന്ന നിലപാടും, പിണറായി വിജയന്റെ മകൾക്കെതിരെ വരുമ്പോൾ അത് ഒരു രാഷ്ട്രീയ പ്രശ്നമായി മാറ്റുന്നതിലുള്ള ഒരു അസാംഗത്യമാണ് ചോദ്യം. ഞങ്ങൾ ഓരോ വിഷയം, അന്ന് കോടിയേരിയാണ് പാർട്ടി സെക്രട്ടറി. കോടിയേരി തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഇന്ന് ഈ ചോദ്യം ചോദിക്കുന്നതിന് വലിയ പ്രസക്തിയുള്ളതല്ല. പാർട്ടിക്കിൻ്റെ നിലപാടെന്ന് പറയുന്നത് ഒരു വിഷയം വരുത്തും. ആ വിഷയം വരുമ്പോൾ അതിനുണ്ടാകാനുള്ള കാരണമെന്ത്, കാര്യങ്ങളെല്ലാം നല്ലതുപോലെ വസ്തുനിഷ്ഠമായി പരിശോധിച്ച് അത് സംബന്ധിച്ച് പാർട്ടി എന്ത് നിലപാട് സ്വീകരിക്കണം, ഒരു നിലപാട് തയ്യാറാക്കുന്നു. ആ നിലപാട് പാർട്ടി നിലപാടായിട്ട് പറയുന്നു. ഇപ്പോഴും അതാ ചെയ്യുന്നത്, അന്നും അതാ ചെയ്യുന്നത്, ഇനിയും അതാ ചെയ്യുക.